NABHൻ്റെ രണ്ടാമത്തെ അധ്യായം രോഗീ പരിചരണം എന്നതാണ് നമ്മളിപ്പോൾ കെയർ ഓഫ് പേഷ്യൻസ് എന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടിരിക്കുന്നത്. അതിലെ 14-ാമത്തെ സ്റ്റാൻഡേർഡ് ഈ രോഗീ പരിചരണത്തിൽ വളരെ അധികം സീരിയസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഏരിയയെക്കുറിച്ചാണ് സംസാരിക്കുക. നമുക്കറിയാം, ഒരു ആതുര ശുശ്രൂഷ ആലയത്തിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്പം കൂടെ ഉയർന്ന സ്ഥാപനമാണ് എന്ന് നമ്മൾ ആ സ്ഥാപനത്തെക്കുറിച്ച് പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. അപ്പം രോഗീ പരിചരണത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ അവരുടെ ആ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ സൗഖ്യം നൽകാനുള്ള കഴിവിൻ്റെ അപര്യാപ്തതയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ നടത്തുന്ന മറ്റൊരു ചികിത്സാ വിധിയാണ് പലപ്പോഴും സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഇനി ആ ഒരു സംഭവത്തെ നമുക്ക് മരുന്ന് കൊടുത്ത് സുഖപ്പെടുത്തുന്നതിന് പ്രയാസമായതുകൊണ്ട് അത് സർജറി നടത്തി ശരിയാക്കാം എന്നെടുക്കുന്ന തീരുമാനം. പിന്നീട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന ആക്സിഡൻറ്റുകളുടെ കൂടെ പലപ്പോഴും കറക്റ്റീവ് മെഷേഴ്സായിട്ട് ബോഡിയിൽ വന്ന ഡിസോർഡറുകളെ ക്രമപ്പെടുത്തുന്നതിന് സർജറികളെ ഉപയോഗിക്കാറുണ്ട്. ഈ രണ്ട് രീതിയിലാണ് പലപ്പോഴും നമുക്ക് സർജറികൾ പ്രധാനമായിട്ടും വേണ്ടി വരുന്നത്. അപ്പോൾ രോഗീ പരിചരണം എന്ന അധ്യായത്തിലെ കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 14-ാമത്തെ സ്റ്റാൻഡേർഡ് സർജിക്കൽ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ കൺസിസ്റ്റൻറ്റ് ആൻഡ് സേഫ് മാനർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെയാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ 4-ാമത്തതൊരു കോറും 9ഉം 10ഉം അച്ചീവ്മെൻറ്റുമാണ്. ബാക്കി 7 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ മുമ്പ് കുറച്ചധികം സമയം ചെലവഴിച്ചതാണ് അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെ പ്രീ പ്രൊസീജിയർ എന്ന അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ഓഫ് പ്രൊസീജിയർ അല്ല പോസ്റ്റ് സർജിക്കൽ പ്രൊസീജിയർ എന്നൊക്കെ വിളിക്കാവുന്ന സാധനമാണ് അനസ്തേഷ്യ. ഒരു ഫുൾ സർജറിയുടെ കൂടെ നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അതോ അതിനൊപ്പമോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനവുമായ ഒരു സ്റ്റാൻഡേർഡായത്. കാരണം പേഷ്യൻറ്റിന് ഈ അനസ്തേഷ്യയുടെ സ്റ്റാൻഡേർഡുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എടുക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണമെന്നില്ല. എന്നാൽ സർജറിയെക്കുറിച്ച് അവർ വളരെ കൺസേൺ ആണ്. കാരണം അതാണ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷീകരിക്കപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ. സോ സർജറിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ കൃത്യമായ ഒരു കൺസിസ്റ്റൻറ്റ് സേഫ് മാനറിൽ പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ നടത്താൻ. അതിന് നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ സപ്പോർട്ട് ഉണ്ടാകണം നമുക്ക്. അതുപോലെ തന്നെ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം, പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം, പ്രീ ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി ഈ ഒരു പേഷ്യൻറ്റിൻ്റെ സർജറിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിഷയങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം. കൺസേൺ ലെറ്റർ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സമ്മതപത്രം വാങ്ങുന്നതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പേഷ്യൻ്റാണോ, ശരിയായ സർജറിയാണോ, ശരിയായ സൈറ്റാണോ, ശരിയായ ഓർഗനിലാണോ എന്നെല്ലാം ക്രോസ് വെരിഫൈ ചെയ്യുന്നതിന് ഉള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം. അതിൽ അബദ്ധം പറ്റുന്നത് വളരെ അധികം കൂടുതൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആശുപത്രിക്ക് അതിൽ ശ്രദ്ധയുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ സർജറി നോട്ട്, ഓപ്പറേഷൻസ് ഡീറ്റെയിൽസിൻ്റെ നോട്ട്, ഓപ്പറേഷൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് റിക്കവറി റൂമിൽ നിന്ന് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കണം. ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൊടുക്കുന്നതിന് വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാവണം. ഇൻഫെക്ഷൻ പ്രിവെൻഷനും ഇൻഫെക്ഷൻ കൺട്രോളിനുമുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവണം. നമുക്ക് ആവശ്യത്തിനുള്ള എക്യുപ്മെൻസും മാൻ പവറും സർജറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ആൾവേസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം.
നമുക്ക് ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, പേഷ്യൻറ്റിൻ്റെ സർജറി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഉണ്ടാവണം. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിനും അത് അഷുറൻസ് വരുത്തുന്നതിനും നമുക്ക് ഒരു ഇൻറ്റേർണൽ, നമ്മുടെ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റിയുടെ ഒരു ഇൻറ്റേർണൽ പ്രോഗ്രാം നമുക്ക് ഉണ്ടാവണം. സോ ഇങ്ങനെ 10 വ്യത്യസ്തമായ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ സർജറിയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡിൽ പഠിക്കാം.